വെള്ളോട്ടു വിളക്കിൽ തിരിയേഴും തെളിച്ച് നാക്കിലയൊന്നു വിരിച്ച് കറിയോരോന്നായി വിളമ്പ്. ചിക്കൻ നമുക്ക് പൊരിച്ചെടുക്കണേ നോക്കാം. നമുക്ക് നോക്കാം എനിക്കൊണ്ട് സാധനങ്ങൾ എന്തൊക്കെയാണ്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 750 ഗ്രാം ചിക്കൻ എടുത്തിട്ടുണ്ട്. ഈ ചിക്കൻ ഞാനിവിടെ കുറച്ച് വലിയ പീസായിട്ടാണ് കട്ട് ചെയ്തെടുത്തേക്കുന്നത്. ഈ ചിക്കൻ്റെ കൂടെ നമുക്ക് മാരിനേറ്റ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടിയിട്ട് നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇത് ഞാനിവിടെ ഒരു 3 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും രണ്ടും തുല്യ അളവിലാണ് ചേർത്തേക്കുന്നത്. പിന്നെ പച്ചമുളക് കൂടി ചേർത്തിട്ട് നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുക്കണം. അത് നന്നായിട്ട് അരഞ്ഞിട്ടാൻ വേണ്ടിയിട്ട് ഒന്നല്ലെങ്കിൽ വെള്ളം ചേർക്കാം, അല്ലെങ്കിൽ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുക്കണം. പിന്നെ വേണ്ടത് മുളക് പൊടിയാണ്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കാശ്മീരി മുളക് പൊടിയാണ് എടുത്തേക്കുന്നത്. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. പിന്നെ ഞാനിവിടെ 1/2 ടേബിൾ സ്പൂൺ കുരുമുളകിൻ്റെ പൊടി എടുത്തിട്ടുണ്ട്. 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് നമുക്ക് നാരങ്ങ നീരും വേണം. ചിക്കനിലേക്ക് ആവശ്യത്തിന് ഉപ്പും വേണം. ഇതെല്ലാം കൂടിയിട്ട് നമ്മൾ ചിക്കനിൽ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ചിക്കൻ നമ്മൾ 2 മണിക്കൂറെങ്കിലും ചിക്കൻ നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെക്കണം. അത് കഴിഞ്ഞാണ് ഈ ചിക്കൻ നമ്മൾ പൊരിച്ചെടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഏറ്റവും ആദ്യം ചിക്കനിലേക്ക് ഈ മസാലകളെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നമുക്ക് ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് ഈ ചിക്കൻ്റെ ഓരോ പീസ് എടുത്തിട്ട് ചിക്കൻ നമുക്കൊന്ന് വരഞ്ഞെടുക്കാം. ഞാനിവിടെ ഇതേപോലത്തെ കുറച്ച് വലിയ പീസാണ് എടുത്തേക്കുന്നത്. ചിക്കൻ നമുക്കൊന്ന് കത്തി വെച്ചിട്ടൊന്ന് വരയാം. അപ്പോൾ മസാലകളൊക്കെ നന്നായിട്ട് അതിൻ്റെ ഉള്ളിൽ നന്നായിട്ട് പിടിക്കും. ഈ ചിക്കനിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. മഞ്ഞൾപ്പൊടി ചേർക്കാം. ഞാൻ ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർക്കുന്നത്. മുളക് പൊടി ചേർക്കാം. ഞാൻ ഇതിലേക്ക് കാശ്മീരി മുളക് പൊടിയാണ് ചേർക്കുന്നത്. ഇതിലേക്ക് എരിവിന് വേണ്ടിയിട്ട് മെയിനായിട്ട് ചേർക്കുന്നത് പച്ചമുളക് അരച്ചതാണ്. ഇതിലേക്ക് നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടി അരച്ച് വെച്ച പേസ്റ്റ് ചേർക്കാം. കുരുമുളകിൻ്റെ പൊടി ചേർക്കാം. ഇതിലേക്ക് നമുക്ക് നാരങ്ങ നീര് ചേർക്കാം. ഞാനിവിടെ ഒരു നാരങ്ങയുടെ പകുതിയാണ് എടുത്തേക്കുന്നത്. നമുക്ക് നല്ല എരിവ് വേണമെന്നുണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് നമ്മൾ അരച്ചെടുക്കുമ്പോൾ പച്ചമുളക് കുറച്ച് കൂടുതൽ ചേർക്കുക. ഇതെല്ലാം കൂടിയിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഈ മസാല ചിക്കനിൽ നന്നായിട്ട് മിക്സ് ആവാൻ വേണ്ടിയിട്ട് വെള്ളം വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം കൂടിയും ചേർക്കുക. ഈ 2 മണിക്കൂർ ചിക്കൻ നമുക്കൊന്ന് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. അത് കഴിഞ്ഞിട്ടാണ് ഈ ചിക്കൻ നമ്മൾ പൊരിച്ചെടുക്കുന്നത്. ചിക്കൻ നമ്മൾ പൊരിച്ചെടുക്കാൻ പോകുന്നതിന് മുമ്പ് ഈ ചിക്കൻ നമ്മളൊന്ന് സ്റ്റീം ചെയ്തെടുക്കും. അങ്ങനെ നമ്മൾ സ്റ്റീം ചെയ്തെടുക്കുമ്പോൾ ചിക്കൻ നമുക്ക് നന്നായിട്ട് വെന്ത് കിട്ടുകയും ചെയ്യും. ഈ മസാലകളൊക്കെ ചിക്കനിൽ നന്നായിട്ട് പിടിക്കുകയും ചെയ്യും. അത് കഴിഞ്ഞിട്ടാണ് ചിക്കൻ നമ്മൾ പൊരിച്ചെടുക്കുന്നത്. അപ്പോൾ നമുക്ക് ചിക്കൻ മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. ഇപ്പോൾ ചിക്കൻ നമ്മൾ മാരിനേറ്റ് ചെയ്യാൻ വെച്ചിട്ട് 2 മണിക്കൂർ കഴിഞ്ഞു. ഇനി നമുക്ക് ചിക്കനെ നമുക്കൊന്ന് സ്റ്റീം ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് സ്റ്റീം ചെയ്യാൻ വേണ്ടിയിട്ടൊരു പാത്രം എടുക്കാം. ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിക്കാം. തീ ഓണാക്കാം. ഇനി നമുക്ക് മൂടി വെച്ചിട്ട് ചിക്കൻ നമുക്കൊന്ന് സ്റ്റീം ചെയ്തെടുക്കാം. ഇപ്പോൾ ചിക്കൻ ഒരു 3/4 ഭാഗം വെന്തിട്ടുണ്ട്. ഈ ചിക്കൻ ഞാനൊരു 1/2 മണിക്കൂർ സ്റ്റീം ചെയ്തെടുത്തു. ഈ ചിക്കൻ എടുത്തിട്ട് നമുക്ക് വറുത്തെടുക്കാം. ഇനി നമുക്ക് ചിക്കൻ പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒരു വലിയൊരു ചീനച്ചട്ടി വെച്ചിട്ട് ചൂടാക്കാം. ഇതിലേക്ക് നമുക്ക് ചിക്കൻ പൊരിച്ചെടുക്കാൻ ആവശ്യത്തിന് ഓയിൽ ഒഴിക്കാം. ഇപ്പോൾ ചിക്കൻ പൊരിച്ചെടുക്കാനുള്ള ഓയിൽ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ സ്റ്റീം ചെയ്ത് വെച്ചേക്കുന്ന ചിക്കൻ ചേർക്കാം. ഇപ്പോൾ ചിക്കൻ ഒരു സൈഡ് നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട്. നമുക്ക് മറ്റേ സൈഡ് കൂടി തിരിച്ചിടാം. ചിക്കൻ 2 സൈഡ് നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട്. ഇത് കുറച്ച് വലിയ പീസ് ആയതുകൊണ്ട് നമ്മൾ ഏറ്റവും ആദ്യം സ്റ്റീം ചെയ്തെടുത്തത്. അല്ലെങ്കിൽ നമ്മൾ നേരിട്ട് തന്നെ നമ്മൾ എണ്ണയിലേക്ക് ഇട്ടിട്ടുണ്ടെങ്കിൽ ആ മസാലകളൊക്കെ പെട്ടെന്ന് കരിഞ്ഞു പോകും. ഇങ്ങനെ നമ്മൾ സ്റ്റീം ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ ആ മസാലകളൊന്നും കരിഞ്ഞു പോവുകയില്ല. ചിക്കൻ നമുക്ക് നന്നായിട്ട് വെന്ത് കിട്ടുകയും ചെയ്യും. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി നമുക്കൊരു സർവിങ് പ്ലേറ്റിലേക്ക് പകർത്താം.
ഇപ്പോൾ ചിക്കൻ പൊരിച്ചെടുത്തത് റെഡി ആയിട്ടുണ്ട്.